ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. അങ്ങനെ വർഷ ചന്ദ്രമതിയോട് പറയണേ, ആൻറ്റി എനിക്കൊരു ജ്യൂസ് വേണമെന്ന് പറയുകയാണ്. അതിനെന്താ മോള് വിട്ടിരിക്കുക, രേവതീനെ വിളിക്കാൻ കേട്ടോ. എന്താ അമ്മേ? അതെ, വർഷയ്ക്ക് ഒരു ജ്യൂസ് വേണം, നീ ഒരു ജ്യൂസ് വേഗം ഉണ്ടാക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി അടുക്കളയിൽ പോയിട്ട് ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാൻ കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം അത് ചന്ദ്രമതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ചന്ദ്രമതി ആവട്ടെ അതെടുത്തിട്ട് വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് കുടിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി എടുത്ത് ചന്ദ്രമതി പറയണം, അയ്യോ മോളെ ശ്രുതി, ഇത് നിനക്കുള്ള ജ്യൂസല്ല, ഇത് വർഷയ്ക്കുള്ളതാണ്, മോൾക്ക് വേറെ ജ്യൂസ് പിന്നെ നീ മോളടിച്ച് കുടിച്ചോ എന്ന് പറയുകയാണ്. ആ സമയത്താണ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് സച്ചി വരുന്നത്. സച്ചി ആ രംഗം കാണാൻ കേട്ടോ. ഓ, എന്താ പൗഡർ ആൻറ്റിക്ക് ജ്യൂസൊന്നും കൊടുക്കണില്ലേ? എൻ്റെ പൊന്ന് പൗഡർ ആൻറ്റിക്ക് ഈ ജ്യൂസ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, പൗഡർ ആൻറ്റി വർഷേനെക്കാട്ടിയും കൂടുതൽ സ്വർണ്ണം കൊണ്ടുവന്ന് തന്നോ. ഇപ്പോൾ വർഷയല്ലേ കൂടുതൽ സ്വർണ്ണം കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പൗഡർ ആൻറ്റി കൊടുത്തു കഴിഞ്ഞാൽ പൗഡർ ആൻറ്റിക്ക് ഈ ജ്യൂസ് കിട്ടും. രേവതി, ഈ ജ്യൂസ് വേണമെങ്കിൽ നിനക്കും കുടിക്കാം കേട്ടോ. വർഷേനെക്കാട്ടിയും ശ്രുതിനെക്കാട്ടിയും കൂടുതൽ സ്വർണം നിൻ്റെ അമ്മ നിനക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നിനക്കാവും ഈ ജ്യൂസ് കിട്ടുക, അല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പൗഡർ ആൻറ്റീനെ കളിയാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പൗഡർ ആൻറ്റിയുടെ മോന്തൊന്ന് കാണാൻ തന്നെ വേണം സുഹൃത്തുക്കളെ. അപ്പോൾ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.